Dear students, today I want to discuss previous year question papers of KVPY essay stream. +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള essay സ്ട്രീമിലെ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഓർക്കുക, essay സ്ട്രീമിലെ 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓരോ സബ്ജക്റ്റിനും പാർട്ട് 1-ൽ നിന്ന് ഓരോ സബ്ജക്ട്സിലെയും 15 ക്വസ്റ്റ്യൻസ് വീതവും പാർട്ട് 2-ൽ 5 ക്വസ്റ്റ്യൻസ് വീതവുമാണ് ചോദിക്കുക. അപ്പോൾ അതിൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടിലെ 10 ക്വസ്റ്റ്യൻസ് ആദ്യ പാർട്ടായിട്ടും ബാലൻസ് ഉള്ള 5 ക്വസ്റ്റ്യനും പാർട്ട് 2 ക്വസ്റ്റ്യൻസും കൂടെ ചേർത്ത് രണ്ടാമത്തെ വീഡിയോ ആയിട്ടുമാണ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 16th ക്വസ്റ്റ്യൻ തുടങ്ങി ആണ് നമ്മുടെ പാർട്ട് 1 ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഹിയർ വേരിയസ് ഓപ്റ്റിക്കൽ പ്രോസസ്സസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ റെയിൻബോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് ദ കറക്റ്റ് ഓർഡർ ഇൻ ടൈം ഇൻ വിച്ച് ദീസ് പ്രോസസ്സസ് ഒക്കർ. ഇപ്പോൾ റെയിൻബോയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സസ് ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം, നമ്മുടെ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ലൈറ്റാണ്. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് മെനി കളേഴ്സ് ചേർന്നതാണ്. സോ സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് കണ്ടെയ്ൻസ് വിബ്ജിയോ. ഇത്രയും കളർ അടങ്ങുന്നതാണ് നമ്മുടെ വൈറ്റ് ലൈറ്റ് എന്ന് പറയാം. ഇപ്പോൾ സാധാരണ ഒരു ഡ്രോപ്പ് ഓഫ് ലിക്വിഡിനുള്ളിലേക്ക് ലൈറ്റ് കിടക്കുന്ന സമയത്ത്, so that is a simple process involved is nothing but equal to the first one, refraction. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് ലൈറ്റ് കയറുമ്പോൾ അതൊരു പ്രിസം ആക്ഷൻ നടക്കുന്നത് വഴി ഡിസ്പേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൂടെ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്, ഉള്ളിൽ അവിടെ അകത്തുകൂടെ റിഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞ് അടുത്ത സർഫസിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ നോർമലുമായി ചിന്തിച്ചുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൺ ദ സെക്കൻഡ് ഇൻ്റർഫേസ് ചിന്തിക്കുമ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സാധാരണ രൂപത്തിൽ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിളായി മാറുകയും, എന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്ന് നമ്മുടെ ലിക്വിഡ് ഡ്രോപ്പിനകത്ത് തന്നെ റിഫ്ലക്ഷൻ നടക്കുന്നു. സോ ദ സെക്കൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ആൻഡ് ദ തേർഡ് വൺ എഗൈൻ ദാറ്റ് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് റിഫ്രാക്ഷനിലൂടെ മൂവ് ചെയ്യുന്നു. സോ ഈ 3 പ്രോസസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട റെയിൻബോയുടെ. സാധാരണ 2 തരത്തിലുള്ള റെയിൻബോസ് ആണ് വരാറുള്ളത്. ഒന്ന് പ്രൈമറി റെയിൻബോയും 2 സെക്കൻഡറി റെയിൻബോയും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സിൽ 3 പ്രോസസ്സ് മാത്രം ഇൻവോൾവ് ആയതുകൊണ്ട് വി ക്യാൻ സേ ഇത് പ്രൈമറി റെയിൻബോയാണ്. അപ്പോൾ ആ 3 പ്രോസസ്സും ഓർഡറിൽ നമ്മൾ സമയം പോകുന്നതിനനുസരിച്ച് പറയുകയാണെങ്കിൽ, അറ്റ് ഫസ്റ്റ് റിഫ്രാക്ഷൻ, ദെൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ദെൻ റിഫ്രാക്ഷൻ. സോ വി ക്യാൻ സേ ദാറ്റ് എ ആസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. പക്ഷേ സെക്കൻഡറി റെയിൻബോ ആയിരുന്നു എങ്കിൽ ഒരു ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കൂടെ അകത്ത് ഉണ്ടാവും. 2 ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ് കൂടെ നടക്കുന്നത് കൊണ്ട് ടോട്ടൽ 4 പ്രോസസ്സിലേക്ക് അത് മാറും. സോ ഹിയർ ദ പ്രൈമറി റെയിൻബോ, സോ വി ക്യാൻ സേ A as the choice. See the next question. A specially designed vernier caliper has the main scale least count of 1 mm. അപ്പോൾ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് we can say as 1 mm. On the vernier scale there are 10 equal divisions. They match with 11 main scale divisions. Then the least count of the vernier caliper is. അപ്പോൾ സാധാരണ രൂപത്തിൽ വെർനിയർ കോൺസ്റ്റന്റ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഈസ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഇതിൻ്റെ മോഡുലസ് ആണ് സാധാരണ നമ്മുടെ ലീസ്റ്റ് കൗണ്ടായിട്ട് പറയുക. അപ്പോൾ ഇവിടെ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്.
അപ്പോൾ ഈ വൺ വെർണിയർ സ്കെയിൽ ഡിവിഷനെ മെയിൻ സ്കെയിൽ ഡിവിഷനുമായിട്ട് നമ്മൾ ഒരുമിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 10 വെർണിയർ സ്കെയിൽ ഡിവിഷൻസ് ഈസ് ഈക്വൽ ടു 11 മെയിൻ സ്കെയിൽ ഡിവിഷൻ. So we can substitute for 1 vernier scale division equal to 11 by 10 MSD. So അങ്ങനെയാണെങ്കിൽ we can substitute for vernier constant or least count is equal to 1 MSD minus 11 by 10 AMSD. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു AMSD പുറത്തേക്ക് എടുത്താൽ we get the value as 1 minus 11 by 10. So that is equal to, in modulus we can say 10 minus 11. So 1 by 10 of AMSD. So 1 MSD by 10, അതിനെയാണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എന്നൊരു ഓപ്ഷനിലേക്ക് മാറുക. സോ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1 mm, that division by 10, so that we get the answer as 0.1 mm. So that is the answer. That means we can code the choice as the first one. നമ്മുടെ വെർനിയർ കാലിപ്പറുമായിട്ട് എറർ അനാലിസിസിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആയിരുന്നു. So we can go with that next question, number 18. A steel ball is dropped in a viscous liquid. The distance of the steel ball from the top of the liquid is shown below. The terminal velocity of the ball is closest. We can just analyze. Suppose a drop having radius r is moving in a liquid medium or a fluid medium. The important forces acting are the weight mg, അത് vertically താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുക. That upthrust is acting there, that is acting in the upward direction. അപ്പോൾ ഇത് താഴോട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിസ്കസ് ഫോഴ്സ് മേപ്പോട്ടായിരിക്കും ആക്ട് ചെയ്യാം. പക്ഷേ ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, the net force acting on it should be equal to 0. That means the weight should be balanced with that viscous force plus that upthrust. That means it must move the constant velocity. പക്ഷേ ഇവിടെ ഗ്രാഫ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആ വെലോസിറ്റി കണ്ടുപിടിക്കാം. അത് ഡിസ്റ്റൻസ് ടൈം കർവ് ആയതുകൊണ്ട് ഇഫ് യു ജസ്റ്റ് ഫൈൻഡ് ദ സ്ലോപ്പ്, നമുക്ക് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം എളുപ്പമായി. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈ റീജിയനെ ഒന്ന് ദിസ് പോയിന്റും ഈ പോയിന്റും മേക്ക് ചെയ്യുന്ന അത് ബേസ് ചെയ്തിട്ടുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അത് താഴോട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, സോ ദിസ് വാല്യൂ ആൻഡ് ദിസ് വാല്യൂ ആൻഡ് വി നീഡ് ദിസ് വാല്യൂ ആൻഡ് ദിസ് വാല്യൂ. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടൈം ആക്സിസ് കൃത്യതയോടെ കാണുമ്പോൾ, സോ ദിസ് ഈസ് 1.5, സോ ദിസ് ഈസ് 1.6 ആൻഡ് ദിസ് ഈസ് 1.9 and this one has a 0.3 and this is a 0.4. So slope എന്ന് പറയുമ്പോൾ opposite, that is dx, that is dx, that is x2 minus x1 by the time as t2 minus t1. അപ്പോൾ അവിടുത്തെ x2 എന്ന് പറയുന്നത് it is nothing but equal to 0.4 minus 0.3 by that is t2 as 1.9 minus 1.6. So that is equal to as a 0.1 by 1.9 minus 1.6 as a 0.3. So that is equal to 1 by 3. So 1 by 3 is nothing but equal to 0.33. So that is nothing but the velocity there. So we can say the velocity of the ball is closest to 0.33 meter per second. That means we get the choices B. രണ്ടാമത്തെ ചോയ്സ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടി. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ് ഇൻ എ ടൗൺ ഇൻ ഇന്ത്യ where the price per unit 1 kilowatt hour of electricity is 5 rupees. So the cost of 1 unit electricity is
rupees 5. Purchases a 1 kilowatt UPS. So the power of UPS is 1 kilovolt ampere. That means 1 kilovolt ampere means volt ampere is nothing but equal to watt, 1 kilowatt. A day before the exam, 10 friends arrive to the student's home with their laptops and all connect their laptops to the UPS. Assume that each laptop has a constant power requirement of 90 watt. അങ്ങനെ 10 ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്നു. Then consider the following statement. 1. All the 10 laptops can be powered by the UPS if connected directly. Second one, all the 10 laptops can be powered if connected using an extension box with a 3 ampere fuse. And third one, if all the 10 friends are use the laptop for 5 hours, then the cost of consumed electricity is about 22.50 rupees. Select the correct option with the true statements. So we can go ahead with the first concept. അപ്പോൾ ഇവിടെ പറയുന്നത് all the 10 laptops can be powered by the UPS if connected directly. So അങ്ങനെയാണെങ്കിൽ the power requirement for one laptop നമ്മൾ കണ്ടുപിടിച്ചാൽ അത് തന്നിട്ടുണ്ട് നമുക്ക്, ഇറ്റ് ഈസ് 90 വാട്ട്. അങ്ങനെയാണെങ്കിൽ പവർ റിക്വയർമെൻറ്റ് ഫോർ 10 ലാപ്ടോപ്പ് എത്രയായിരിക്കും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 into 90. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 900 വാട്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ UPS സപ്ലൈ എത്രയാണ്? സോ UPS സപ്ലൈ ദാറ്റ് ഈസ് the power of UPS is 1 kilowatt. That is greater than that 900 watt. So that all 10 laptops can be powered by the UPS if connected directly. So അതൊരു ശരിയായിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ രണ്ടാമത്തെ കൺസെപ്റ്റ് നമുക്ക് ഡീൽ ചെയ്യാൻ ശ്രമിക്കാം. The second one. All the 10 laptops can be powered if connected using an extension box with a 3 ampere fuse. സോ അവിടെ കൂടെ മാക്സിമം കറണ്ട് പോകാൻ പറ്റുന്ന കറണ്ട് എന്ന് പറയുന്നത് 3 ആംപിയർ ആയിരിക്കണം. 3 ആംപിയർ കഴിയുമ്പോഴത്തേക്കും ആ ഫ്യൂസ് വയർ മെൽറ്റഡ് ആകുന്നു എന്നാണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റിലെന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മൾക്ക് നമ്മുടേതായ ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് മാക്സിമം പവർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എത്രയാണ്? 900 വാട്ടാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അത് നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ കറണ്ടായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന മാക്സിമം കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് I max dash is equal to 900 വാട്ട് ഡിവിഷൻ ബൈ നമ്മുടെ പവർ, നമ്മുടെ വീടിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 220 ആണ്. സോ നമുക്ക് അങ്ങനെ എടുക്കുമ്പോൾ റഫ്ലി യു ഗെറ്റ് ദ വാല്യൂ ആസ് അറൗണ്ട് 4.1 ആംപിയർ. അപ്പോൾ ഇവിടെ ഫ്യൂസ് വെച്ചിരിക്കുന്നത് 3 ആംപിയർ ആണ്, നമുക്ക് വേണ്ടത് 4.1 ആണ്. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ മിനിമം അവിടെ ഉണ്ടാകുന്ന കറണ്ട് 4.1 തുല്യമാകുമ്പോൾ ഈ ഫ്യൂസ് വെയർ അവിടെ മെൽറ്റഡ് ആകും എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ പോസിബിൾ അല്ല എന്നർത്ഥം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ലാസ്റ്റ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. If all the 10 friends use the laptops for 5 hours, then cost of the consumed electricity is. ഇപ്പോൾ നമ്മുടെ യൂണിറ്റ് ഓഫ് പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് കിലോ വാട്ട് അവറിലായതുകൊണ്ട് നമ്മളുടെ യൂണിറ്റ്സ് ഓഫ് പവർ കൺസപ്ഷൻ കണ്ടുപിടിക്കാൻ വി ക്യാൻ യൂസ് ദ സിമ്പിൾ കൺസെപ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ പവർ ഇൻ വാട്ട് ഇൻ ടു ടൈം ഇൻ hours, that division by 1000. That is equal to power in watt എന്ന് പറയുമ്പോൾ നമുക്കറിയാം 900 വാട്ട് ആണ്. ടൈം എന്ന് പറയുന്നത് 5 hours ആണ്. ദാറ്റ് ഡിവിഷൻ ബൈ 1000 ആണ്. സോ 100 ക്യാൻസൽ. സോ 45 by 10 ഇറ്റ് ബിക്കംസ് 4.5 യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺസ്യൂം ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഇലക്ട്രിസിറ്റി
ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു ദ കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 ഇൻറ്റു, ദാറ്റ് ഈസ് 1 യൂണിറ്റിൻ്റെ വില 5 റുപ്പീസ് എന്നാണ് നമ്മളോട് പറയാം. സോ 4.5 ഇൻറ്റു 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 22.5 rupees. So that statement is also correct one. So first and third together, so we can code the answer as C choice. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓർക്കുക. We can move to the next question. Frosted glass is widely used for translucent windows. അപ്പം സാധാരണ കേസസിൽ എങ്ങനെയാണ് ഈ ഫ്രോസ്റ്റഡ് ഗ്ലാസ് എന്ന് പറയുക? സാധാരണ ഗ്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് സാധാരണ സാൻഡ് ബ്ലാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ആസിഡ് എച്ചിങ്ങോ വെച്ചിട്ട് ഒരു ഷീറ്റ് ഓഫ് ഗ്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആയിട്ട് മാറും. എന്ന് പറയുമ്പോൾ ഒരു സെമി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് അത് മാറുകയാണ്. The region where a transparent adhesive tape is stuck over the frosted glass become transparent. അപ്പോൾ ആ സെമി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ആ ഗ്ലാസ് ട്രാൻസ്പാരൻ്റ് ആയിട്ട് മാറി. ദ മോസ്റ്റ് റീസണബിൾ എക്സ്പ്ലനേഷൻ ഫോർ ദിസ് ഈസ്, അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഹാസ് different refractive index on its surface as a frosted glass is produced by coating on the surface. Now, as a transparent adhesive tape is stuck on the glass surface, the refractive index of the upper coating is adjusted to be same as that of glass, so it become transparent. അപ്പോൾ ഇവിടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സാധാരണ ആസിഡ് എച്ചിങ് കൊണ്ടോ അല്ലെങ്കിൽ സാൻഡ് ബ്ലാസ്റ്റിംഗ് കൊണ്ടോ അല്ല, ഇപ്പോൾ പരവരുത്തതായിട്ടുള്ള ഒരു പ്രതലമായിരിക്കും നമ്മുടെ ഫ്രോസ്റ്റഡ് ഗ്ലാസ് എന്ന് പറയാം. അപ്പോൾ അതിലേക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു അധസീവ് ടേപ്പ് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വെക്കുമ്പോൾ സ്വാഭാവികപരമായിട്ടും സംഭവിക്കുന്നത് അതിൻ്റെ മേൽ ലെയറിലുള്ള അധസീവ് ടേപ്പിൻ്റെ എന്താണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ മെഗൾ ലെയർ ഓഫ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് കൂടെ ഒരുമിച്ചാകുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒട്ടിച്ച ഭാഗം അത്രയും പക്ക ട്രാൻസ്പാരൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും. സോ ദ കറക്റ്റ് ഓപ്ഷൻ വി ക്യാൻ കോട്ട് ആസ് ദ മോർ കറക്റ്റ് വൺ, ദ തേർഡ് വൺ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി അധസീവ് ഗ്ലൂ ഈസ് ക്ലോസ്ഡ് ദാറ്റ് ഓഫ് ദ ഗ്ലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് മാറുക. വീണ്ടും ഓപ്റ്റിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ 2 equivalent triangular hollow prisms A and B made of thin glass plates and arranged with negligible spacing as shown in the figure. A beam of white light is incident on prism A from the left, given that the refractive index is inversely related to the temperature. The beam to the right of prism B would not appear white. അപ്പോൾ ഇവിടെ നിന്ന് വൈറ്റ് ലൈറ്റ് വരികയാണ്. അപ്പോൾ അത് സ്വാഭാവികപരമായിട്ട് കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റഡായി വീണ്ടും അടുത്ത പ്രശ്നത്തിലേക്ക് വരുന്നു. പക്ഷെ അത് വൈറ്റ് ആകരുത് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ് ചെയ്ത് തന്നെ കാണണം. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഏതായിരിക്കണം?
അപ്പം ഡിസ്പേർഷൻ സംഭവിക്കണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. കോമ്പിനേഷൻ ഓഫ് പ്രിസംസ് വരുമ്പോൾ ഡിസ്പേർഷൻ സംഭവിക്കണമെങ്കിൽ എന്താണ് നമ്മൾ കണ്ടീഷനായിട്ട് ഓർക്കേണ്ടത്? നോക്കണേ. സോ ദ ടോട്ടൽ ഡിസ്പേർഷൻ, നമ്മൾ സാധാരണ ഡിസ്പേർഷൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന ടേമാണ് ആംഗുലാർ ഡിസ്പേർഷൻ. ഫോർ ദ ടു കേസസ് വി ക്യാൻ സേ ആസ് θ1 പ്ലസ് θ2. സോ വാട്ട് ഈസ് തീറ്റ? ആദ്യത്തെ കേസിൽ, അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് ദ പ്രിസം എ എന്നിരിക്കട്ടെ, ഇത് എ ഡാഷ് ആയിട്ടാണ് നമ്മളോട് പറയുകയാണെങ്കിൽ θ1 എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയാം മ്യൂ വി മ്യൂ ആർ ഇൻറ്റു എ പ്ലസ്, രണ്ടാമത്തെ കേസ് നമുക്ക് പറയാം മ്യൂ വി ഡാഷ് മൈനസ് മ്യൂ ആർ ഡാഷ് ഇൻറ്റു എ ഡാഷ്. പക്ഷേ അത് ഇൻവേർട്ടഡ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് മൈനസ് സൈൻ കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ വി മൈനസ് മ്യൂ ആർ ഇൻറ്റു എ. രണ്ട് ഒരേ പ്രിസം ആയതുകൊണ്ട് തന്നെ ആ ടേമുകൾ നമുക്ക് സെയിം ആയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ഡിസ്പേർഷൻ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ഈ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആകാൻ പാടില്ല. 0 ആകാതിരിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷനായിട്ട് അവിടെ നമുക്ക് പറയണ്ടേ? തീറ്റ 0 ആകാതിരിക്കണമെങ്കിൽ ഈ മ്യൂ വി മൈനസ് മ്യൂ ആർ ദാറ്റ് നെവർ ഈക്വൽ ടു മ്യൂ വി ഡാഷ് മൈനസ് മ്യൂ ആർ ഡാഷ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് പ്രിസം എന്ന് പറയുന്നത് രണ്ടാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് തുല്യമാകാൻ ഒരു കാരണവശാലും പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പാലിച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പുറത്തേക്ക് വരുന്നത് ഒരിക്കലും വൈറ്റ് ലൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ ആദ്യത്തെ ചോയ്സിലേക്ക് നമുക്ക് പറയുമ്പോൾ ബോത്ത് ദ പ്രിസംസ് ആർ ഫിൽഡ് വിത്ത് 70 ഡിഗ്രി സി. അങ്ങനെ വരുമ്പോൾ ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും വരിക. അപ്പോൾ അവിടെ ഡിസ്പേർഷൻ നടക്കില്ല. അതേപോലെ തന്നെ അടുത്ത കേസും പിന്നെ എം ടി എന്ന് പറയുമ്പോഴും സിമിലർ കണ്ടീഷനാണ്. പക്ഷെ അടുത്ത് പറയുന്നത് നോക്കൂ, പ്രിസം എ ഈസ് ഫിൽഡ് വിത്ത് ഹോട്ട് വാട്ടർ അറ്റ് 70 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് പ്രിസം ബി വിത്ത് കോൾഡ് വാട്ടർ അറ്റ് 7 ഡിഗ്രി. അപ്പോൾ അത് ഡിഫറൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് ആഫ്റ്റർ ദ കോമ്പിനേഷൻ ദർ ഈസ് എ ഡിസ്പേർഷൻ. സോ നമ്മൾ ഉദ്ദേശിച്ച കണ്ടീഷൻ അവിടെ നടന്നു കഴിഞ്ഞു. ദാറ്റ് മീൻസ് വി ക്യാൻ കോഡ് ദ ആൻസർ ആസ് ഡി ചോയ്സ്. A ball is moving uniformly in a circular path of radius 1 meter with a time period of 1.5 second. അപ്പോൾ ഒരു സർക്കുലർ മോഷനാണ് നമ്മുടെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ അവൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ദ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1.5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ദാറ്റ് എയിൽ നിന്ന് ബി വഴി ഈ തിരിച്ച് എ എത്താൻ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ എടുത്ത സമയമാണ് 1.5 സെക്കൻഡ്. ഇഫ് ദ ബോൾ ഈസ് സഡൻലി സ്റ്റോപ്ഡ് അറ്റ് 8.3 സെക്കൻഡ്, അപ്പോൾ 1.5 ടൈം പീരീഡ് എടുത്തുകൊണ്ട് അങ്ങനെ 8.3 സെക്കൻഡ്സ് എടുത്താൽ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് പൊസിഷൻ? സോ ദാറ്റ് ഈസ് വി നീഡ് ടു ഫൈൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, 8.3 സെക്കൻഡാണ് ടോട്ടൽ ജേണി. 1.5 സെക്കൻഡ് വരുമ്പോൾ അവൻ അതേ പൊസിഷൻ തിരിച്ചു വരില്ലേ? അപ്പോൾ അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകില്ലേ? യെസ്. അപ്പോൾ ഒരു പ്രാവശ്യം കറങ്ങി വരുമ്പോൾ അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 1.5 ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ് ആകും. അപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് 0 അടുത്ത നമുക്ക് പറയാം 4.5 0 ആകും. വീണ്ടും 6 സെക്കൻഡ് വരുമ്പോൾ വീണ്ടും 0 ആകും. വീണ്ടും 1.5 കൂടുതലായി 7.5 ആകുമ്പോൾ അവിടെ 0 ആകും. പക്ഷെ അങ്ങനെ ഒരു കണ്ടീഷനല്ല 8.3. അവിടെ അഡീഷണലായിട്ട് എറൗണ്ട് ഒരു 0.8 സെക്കൻഡിൻ്റെ മൂവ്മെൻറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം 1.5 വരുമ്പോൾ 0.75 ആകുമ്പോൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റിലെത്തി. അപ്പോൾ 0.8 റഫ്ലി അതിനടുത്തുള്ള ഒരു പോയിൻ്റാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും എറൗണ്ട് അവനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് നമ്മുടെ ഡയമീറ്റർ എത്തി എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അവനുള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 2 times of
radius. So 2 into 1, so that is equal to 2 meter. So we get D as the answer. സോ അതാണ് നമുക്ക് മനോഹരമായിട്ട് 22ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരത്തിലേക്ക് നമ്മളെത്തി. ആൻഡ് ദെൻ വി ക്യാൻ ഗോ വിത്ത് 23rd. എ പാർട്ടിക്കിൾ സ്ലൈഡ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് എ സ്മൂത്ത് ഹെമിസ്പെറിക്കൽ സർഫസ്. അപ്പോൾ ഒരു ഹെമിസ്പെറിക്കൽ സർഫസ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ആസ് സോ സ്മൂത്ത് ഓഫ് റേഡിയസ് ആർ which is fixed on a horizontal surface. If it separates from the hemisphere at a height h from the horizontal surface, then the speed of the particle is. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നോക്കൂ. അപ്പോൾ അവൻ്റെ ഓൺ ദ ടോപ്പ് നമ്മൾ ആ എം മാസുള്ള ഒരു ബോഡി വെച്ച് എന്നിരിക്കട്ടെ, ഒരു സ്മോൾ ജെർക്കിങ് കൊടുത്തു എന്നിരിക്കട്ടെ. സോ അവൻ ഈ പൊസിഷനിൽ എത്തിയപ്പോൾ സർഫസുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാതായി എന്നിരിക്കട്ടെ. അപ്പോഴത്തേക്കും അവൻ വി വെലോസിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പോയിൻ്റ് ഇത് നമ്മുടെ സെൻറ്റർ എന്നുള്ള തരത്തിൽ ഇപ്പോഴത്തെ പൊസിഷൻ അവൻ അവിടെ ആണ്. സോ ഇവിടെ പറയുന്നത് അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 നമ്മളോട് പറയുന്നത്. ഇവിടെ h എന്ന് പറയുന്നത് ഇറ്റ് സെപ്പറേറ്റ്സ് ഫ്രം ദ ഹെമിസ്ഫിയർ അറ്റ് എ ഹൈറ്റ് h ഫ്രം ദ ഹൊറിസോണ്ടൽ സർഫസ്. അപ്പോൾ ഈ ഹൈറ്റാണ് നമുക്ക് h എന്ന് നമുക്ക് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇവനുണ്ട് അല്ലേ? യെസ്. അവൻ ഇത്രയും സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് എത്രയായിട്ട് നമുക്ക് എടുക്കാം? ക്യാപിറ്റൽ R ആണ് റേഡിയസ് ആയതുകൊണ്ട് അവന് ലോസ് ആയ ഹൈറ്റ് എന്ന് പറയുന്നത് R-h ആണ്. അങ്ങനെയാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് അല്ലേ അദ്ദേഹത്തിന് കൈനറ്റിക് എനർജി ആയിട്ട് മാറിയത്? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് എന്തുമാത്രമുണ്ട്? അത് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? mg ഇൻറ്റു ഹൈറ്റ്, അത് R-h ആയിട്ട് നമുക്ക് എടുക്കാമല്ലോ. അത് കൈനറ്റിക് എനർജിക്ക് തുല്യമായിട്ട് മാറുമ്പോൾ നമുക്കത് ½ v² ആയിട്ട് പറയാമല്ലോ. ക്യാൻസൽ ആയല്ലോ. we get as v² equal to 2g into R-h. that means we take the value equal to root of 2g into R-h. so we get that A as the answer. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ സിമ്പിളായിട്ട് നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജി വെക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. അടുത്ത കൺസെപ്റ്റ് ഈസ് ദിസ് വൺ. ദ ന്യൂക്ലിയർ റേഡിയസ് ഈസ് ഗിവൺ ആസ് R equal to small r0 capital A raised to 1/3, where r0 is constant and A is the atomic mass number. then അപ്പോൾ നമുക്ക് അവിടെ എന്താണ് നമ്മുടെ ചോയ്സസിലേക്ക്? ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി ഓഫ് yes, so that is the very important concept. We have to analyze what we mean by nuclear mass density. എന്താണ് മാസ് ഡെൻസിറ്റി? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം ദാറ്റ് മാസ് ഡിവിഷൻ ബൈ വോളിയം അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയസിലെ മാസ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അവന് മാസ് നമ്പർ ഉണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയോണിൻ്റെ മാസ്, ഇപ്പോൾ സ്മോൾ m എന്ന് പറയുന്നത് ദ മാസ് ഓഫ് 1 ന്യൂക്ലിയോൺ ആണെങ്കിൽ, so we can say that m into A, that is the total mass by volume, and the radius r ആണെങ്കിൽ 4/3 pi into r cube എന്ന് നമുക്ക് പറയാം. So that is equal to 3ma division by 4 pi into radius. But it is given that radius is what? r0 a raised to 1/3 that much cube. So that is equal to 3ma division by 4 pi r0 raised to 3 a raised to 1/3 raised to 3. So it become a. എയും ക്യാൻസലായി. അപ്പം ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്ന പദം, അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടിയത് 3m/4 pi r0 raised to 3. ഇവിടെ മാസ് ഓഫ് ന്യൂക്ലിയോണും r0യും പൈയും എല്ലാം കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫോർ എനി ആറ്റംസ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ ദ ഗുഡ് കൺസെപ്റ്റ് ഈസ് ദ C ചോയ്സ്.
the nuclear mass density of uranium-238 is the same as that of SN119. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ വി ക്യാൻ മൂവ് വിത്ത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ വീഡിയോ, ദ 25th one. The electrostatic energy of a nucleus of charge Zd is equal to kZ square, E square by R. അപ്പോൾ ഒരു ന്യൂക്ലിയസ് നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. അപ്പം അതിന് ഇസഡ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൻ്റെ എനർജി ദാറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു, സോ ഇനിഷ്യലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കെ ഇൻറ്റു ഇസഡ് ഡി സ്ക്വയർ ദാറ്റ് ഡിവിഷൻ ബൈ അതിൻ്റെ റേഡിയസ്, വെയർ കെ ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ആർ ഈസ് ദ ന്യൂക്ലിയർ റേഡിയസ്. The nucleus is divided into two daughter nuclei of charges Ze by 2 and equal radii. The change in electrostatic energy in the process when they are far apart is. അപ്പോൾ നമുക്ക് ഈ ഇസഡ് എന്ന് പറയുന്നത് രണ്ട് ഭാഗമായിട്ട് മുറിയുകയാണ്. ദ ഫസ്റ്റ് വൺ. അപ്പോൾ അതിൽ അവിടുത്തെ ഒരു ചെറിയ ചാർജ് എന്ന് പറയുന്നത് Ze by 2. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. പിന്നെ അവൻ്റെ റേഡിയസ് നമുക്ക് 6 അങ്ങ് എടുക്കാം. അതേപോലെ മറ്റൊരെണ്ണം, അവൻ്റെയും ചാർജ് Ze by 2 ആണ്, അതിൻ്റെ റേഡിയസ് സ്മോളർ ആയിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ചേഞ്ച് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ആഫ്റ്റർ അത് ഡോട്ടർ ന്യൂക്ലിയസ് ആയിട്ട് മാറിയിട്ട് അവൻ്റെ ടോട്ടൽ എനർജി എന്ത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്മോളർ ആണ് ഓരോന്നിൻ്റെ റേഡിയസ് എങ്കിൽ രണ്ടും ഒരേപോലത്തെ ആയതുകൊണ്ട് നമ്മുടെ ഫൈനൽ അവൻ്റെ എനർജി എന്ന് പറയുന്നത് 2 times ഓഫ് കെ ഇൻറ്റു, അപ്പോൾ ഇവിടെ നമുക്കതറിയാം ചാർജിൻ്റെ വാല്യൂ Ze ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ചാർജിൻ്റെ വാല്യൂ Ze by 2 ആണ്. സോ സ്ക്വയർ ഡിവിഷൻ ബൈ അവിടുത്തെ റേഡിയസ് അത് 6 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. സോ ദാറ്റ് ഈസ് ദ എഫക്റ്റ്. പക്ഷെ നമുക്ക് ചേഞ്ച് കണ്ടുപിടിക്കാൻ എളുപ്പം ഈ സ്മോൾ ആർ ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ ആർ. സോ അവിടെ നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് വോളിയം കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദാറ്റ് ബിഗർ വൺ ഷുഡ് ബി ഈക്വൽ ടു 2 times ഓഫ് ദാറ്റ് വോളിയം ഓഫ് ദാറ്റ് സ്മോളർ വൺ. ദാറ്റ് മീൻസ് 4/3 pi capital R cube is equal to 2 into 4/3 pi small r cube. So we get that R cube is equal to 2 into small r cube. അപ്പോൾ നമ്മുടെ ആർ ക്യൂബിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ആർ ക്യൂബ് ബൈ 2 ആൻഡ് ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഡിവിഷൻ ബൈ 2 റൈസ് ടു 1/3. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് സ്മോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി ഈക്വൽ ടു 2 into k into Z square E square division by 2 square 4 into R. R is what? Capital R division by 2 raised to 1/3. So that is very important. So 2, 4 cancel. So that is equal to, so it becomes 2. So 2 raised to 1/3, that division by 2, that much into Z square, E square division by capital R. അപ്പോൾ നമ്മൾ 2 raised to 1/3 ഇവിടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 1.259 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഡിവിഷൻ ബൈ 2 ഇൻറ്റു, അപ്പോൾ അവിടെ നമുക്കൊരു കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് കൂടെ ഉണ്ട്. സോ കെ ഇസഡ് ഇ സ്ക്വയർ ബൈ ആർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6299 ഇൻറ്റു കെ ഇസഡ് ഇ സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന യുവിൻ്റെ ഫൈനൽ വാല്യൂ. ഇനിഷ്യൽ വാല്യൂ ഓൾറെഡി നമുക്കറിയാം, ഇറ്റ് ഈസ് ദിസ് വാല്യൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സിമ്പിളായിട്ട് ദ ചേഞ്ച് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എനർജി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, വി ഹാവ് ടു ടേക്ക് ആസ് സോ ഈ യു ഐ മൈനസ് യു ഫൈനൽ, ലാർജർ മൈനസ് സ്മോൾ എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ കെ ഇൻറ്റു ഇസഡ് ഇ സ്ക്വയർ, ഇസഡ് സ്ക്വയർ ഇ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ മൈനസ്. So here Z square is there. Yes, 0.6299 K Z square E square, that division by R.
അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഡിവിഷൻ ഇൻറ്റു 1 മൈനസ് 0.6299. സോ നമുക്ക് റഫ്ലി യു ഗെറ്റ് ആസ് 0.37 k z സ്ക്വയർ ഇ സ്ക്വയർ ദാറ്റ് ഡിവിഷൻ ബൈ ആർ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യനുകളാണ് എസ് എ സ്ട്രീമിലുള്ളത് കണ്ടത്. So we can wait for the rest of the questions of stream essay. So try to do maximum MCQs. Take care. God bless you.